ഓക്കെ. വിനീഷ് എന്ന സ്ഥലത്ത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശുഭദാമ്പത്യത്തിലെ ലവ് ആൻഡ് സെക്സ് എന്നുള്ളതാണ്. ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമാണ് പ്രണയവും ലൈംഗികതയും. ദാമ്പത്യം എന്ന് പറയുന്നത് ലീഗലി അത് പെർസിസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രണയത്തെയും ലൈംഗികതയും അനുവദിക്കുന്നെങ്കിൽ പോലും ഇവിടെ ദാമ്പത്യം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്യം മറ്റൊന്നൊക്കെയാണ്. അതിലേക്ക് ഒതുങ്ങിച്ചേരുന്ന ഇപ്പോ മുമ്പേ നമ്മുടെ ഒരു അംഗം പറഞ്ഞതുപോലെ ജോലിക്ക് പോവുക, പിന്നെ ഈക്വൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന ആധുനിക കാലത്തെ വീക്ഷണവും വെച്ചിട്ട് സ്വത്തിന്റെ ഉറപ്പാക്കലിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങളെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു മറുപക്ഷം ഇവിടെ ഇങ്ങനെ കരുതുമ്പോൾ ഇതിന്റെ ഒരു മറുപക്ഷമായിട്ട് മറുവശത്ത് ജോലിക്ക് പോകുന്ന അയാൾ വരുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ആവി പറക്കുന്ന ചായയുമായി വാതിൽപ്പടിയിൽ നിൽക്കുന്ന ഒരു ദാസിയായ ഭാര്യയുടെ പ്രസൻസ്. അവളിവിടെ വീട്ടിൽ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ, ജോലി ഇല്ലാതിരിക്കുകയാണല്ലോ, വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നത് അറിയില്ല. അപ്പോ അങ്ങനെ കാണുന്ന ഒരു കാഴ്ച. അപ്പോ ഈ ഉടമ തൊഴിലാളി ബന്ധത്തിന്റെ മുകളിൽ ജീവിച്ചു പോകുന്ന, ആർക്കോ വേണ്ടിയിട്ട് തന്റെ അധ്വാനത്തെ മുഴുവൻ പണയം വെച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന എന്തോ ഒന്നുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് എത്തി ആ വീടിനെ ഒരു എന്താ പറയാ ഒരു സംഗ്രഹത്തേക്ക് ഒച്ചുവലിയുന്നത് പോലെ ഒന്ന് വലിയാൻ വേണ്ടിയുള്ള സ്പേസ് മാത്രമായി കണക്കാക്കുന്ന, തന്റെ ഇടമായിട്ട് തന്റെ ജീവിതത്തെ മാറ്റിവെക്കാത്ത ഒരിടത്ത് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ പ്രണയവും ലൈംഗികതയും പോലും ഇല്ലെങ്കിൽ പിന്നെ ആ കുടുംബം എന്നുള്ളത് മൃതാവസ്ഥയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇതിനാദ്യമേ പറയാനുള്ളത് ഇമാജിനേഷൻ ഈസ് ക്രിയേഷൻ എന്നുള്ളതാണ്. ഭാവനയാണ് സൃഷ്ടി, ഭാവനയിലാണ് സൃഷ്ടി എന്നുള്ള ആ പ്രക്രിയ ഉണ്ടാകുന്നത്. ഈ പർപ്പസ് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു സൃഷ്ടിയുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇപ്പോ ഞാൻ എന്നുള്ള ഒരു സൃഷ്ടി ഉണ്ടാകുന്നത് എന്റെ ഉപരിവ്യവസ്ഥ, എന്നെ ഗർഭാശയത്തിൽ പേറിയ ആ ഉപരിവ്യവസ്ഥയുടെ എന്തോ ഒരു ആവശ്യം നിർവഹിക്കലാണ്. എന്റെ കൈ ഉണ്ടായിട്ടുള്ളത് എന്റെ ശരീരത്തിന്റെ ആവശ്യം നിർവഹിക്കലാണെന്നതുപോലെ എന്റെ ഉപരിവ്യവസ്ഥയുടെ ആവശ്യം നിർവഹിക്കലാണ് എന്റെ സൃഷ്ടി എന്ന് പറയുന്നത്, ഞാൻ എന്റെ രൂപീകരണം എന്ന് പറയുന്നത്. ഇത് ബോധ്യമാകണമെങ്കിൽ നമ്മൾ വിപുലമായ ഒരു മേഖലയിലൂടെ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു പോകേണ്ടതുണ്ട്. അത്തരം പാഠങ്ങൾ നമ്മുടെ സുഭാഷിതത്തിലും ഇക്കോജെനസിസിലും ഒക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്താണെങ്കിലും ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ആ ഇമാജിനേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പരമമായിട്ടുള്ളത് ബോധമാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കോഴ്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ ആ ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം. ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ, ഇക്കോ ജെനസിസിന്റെ, ഇക്കോ സൈക്കോളജിയുടെ അടിസ്ഥാനം അനുസരിച്ച് ഇവിടെ പ്രപഞ്ചത്തില് എല്ലാത്തിന്റെയും അടിത്തറയായി നിൽക്കുന്നത് പരമമായ ബോധമാണ്. ആ ബോധം എന്നുള്ളത് അതിന്റെ കൺവീനിയൻസിലേക്ക്, ക്ഷേമത്തിലേക്ക് പരിവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചലനാത്മകതയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വരുന്നത്. അപ്പോ ഈ കൺവീനിയൻസ് എന്നുള്ളത് ഒരു ആശയമാണ്. കൺവീനിയൻസ് എന്നുള്ളത് ആ കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോവുക, സൗകര്യപ്രദമായ ഒരു സ്റ്റേജിലേക്ക് മാറുക എന്നുള്ളത് ഒരു ഭാവനയാണ്. ആ ഭാവന നടപ്പിലാകാനായിട്ട് ഒരു ഇച്ഛയുണ്ടാകുന്നു. ആ ഇച്ഛയിലേക്കും നമ്മുടെ വർത്തമാന അവസ്ഥയിലേക്കുമുള്ള ഒരു ആന്തോലനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. അതിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ, ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ആ ത്വരയെ പ്രചോദിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. അത് ഒരു വിന്യാസത്തെ ഉണ്ടാക്കുന്നു. ആ വിന്യാസം എന്നുള്ളത് ഒരു മണ്ഡലത്തെ ഉണ്ടാക്കുന്നു. ആ മണ്ഡലമാണ് ഒരു എൻറ്റിറ്റി ആയിട്ട്, ഒരു സത്തയായിട്ട് നമുക്ക് രൂപീകരിച്ച് കാണുന്നത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ജനസിസ്, ഇക്കോജെനസിസ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഈ രൂപത്തിലാണ്. അപ്പോ പ്രൈമറി സൈക്കിൾ ഓഫ് ജനസിസ് അനുസരിച്ച് ഇത്രയും പ്രോസസ്സിലൂടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോസസ്സിനെ കുറിച്ച് മുഴുവൻ നിങ്ങൾ ഇപ്പൊ ബോധ്യപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഇമാജിനേഷനാണ് സൃഷ്ടിയുടെ തുടക്കം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു വസ്തുത ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഒന്നിന്റെയും ഉപോൽപ്പന്നമല്ല, ഒരു പ്രവൃത്തിയുടെ ഉപോൽപ്പന്നമല്ല, പകരം
അതിന്റെ പുറകിൽ ഇത്രയേറെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സൃഷ്ടി എന്താ പറയാ ഉൽപ്പത്തി ശാസ്ത്രം അല്ലെങ്കിൽ ഉൽപ്പത്തി ഗതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ഈ ഉൽപ്പത്തിയുടെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് ഇമാജിനേഷന്റെ ആ ഒരു ഇമാജിൻ ചെയ്യുന്ന ഭാവനയിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഞാനിപ്പോ പറഞ്ഞത് പ്രൈം കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ്. അതൊരു എൻറ്റിറ്റി കോൺഷ്യസ്നെസ്സിന്റെ സത്തയുടെ ഒരു ബോധത്തെ കുറിച്ചാണെങ്കിൽ അവിടെ നിന്നും നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കുന്ന കാര്യത്തിൽ, ഞാൻ എന്നുള്ള സത്ത രൂപീകരിക്കപ്പെടുന്ന കാര്യത്തിലും ഇത് ബാധകമാണ്. ഞാൻ എന്റെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് വയ്ക്കുന്നു. ഇപ്പോ ഞാൻ എന്റെ ജോലി ചെയ്യുന്നു, ഞാൻ ഒരിടത്ത് ഉദ്യോഗത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു ചിത്രം വരയ്ക്കുന്നു, ഞാനിപ്പോ ഈ ഒരു സെഷൻ എടുക്കുന്നു. ഇതിലും ഇതേപോലെ ഒരു ഭാവനയുടെ വിഷ്വലൈസേഷൻ ഇങ്ങനെ ഒരു ഒഴുക്കുണ്ട്. അപ്പോ എല്ലായിടത്തും ഇമാജിനേഷൻ എന്ന് പറയുന്നത്, ഭാവന എന്ന് പറയുന്നതാണ് സൃഷ്ടിയെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനൊരു തുടക്കമുണ്ടാകും, അതിനൊരു വികാസം ഉണ്ടാകും, അതിനൊരു പരിണാമം ഉണ്ടാകും, അതിനൊരു രൂപവൽക്കരണ സ്വഭാവം ഉണ്ടായിരിക്കും. ഈ രൂപത്തിലാണ് ഇതിങ്ങനെ പരിവർത്തിച്ചു വരുന്നത്. അത് പ്രാഥമിക മൂല വസ്തുവിലാണെങ്കിലും പരമമായ പ്രപഞ്ചത്തിലാണെങ്കിലും ഒരുപോലെ തന്നെയാണ് ഈ ഇമാജിനേഷൻ സൃഷ്ടിക്ക് കാരണമാകുന്നത്. ഓക്കെ, അപ്പോ ഇതില് ക്വസ്റ്റ് എന്നുള്ള ഒരു പദത്തെ പരിചയപ്പെടുന്നത്. അർത്ഥന എന്നാണ് ഇതിനെ പറയുക. അർത്ഥന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് മനസ്സെന്ന് പറയുന്നത് എന്താ? മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു ധർമ്മമുണ്ട്. പറഞ്ഞല്ലോ നേരത്തെ, പർപ്പസ് ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ശരീരത്തിന് ഒരു ധർമ്മമുണ്ട്. ഈ ധർമ്മം നടപ്പിലാകണമെങ്കിൽ ഞാനൊരു കർമ്മം ചെയ്യേണ്ടതുണ്ട്. എന്റെ പർപ്പസ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ, അത് സെർവ് ചെയ്യപ്പെടണമെങ്കിൽ ഞാനൊരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടേണ്ടതുണ്ട്. അപ്പോ എന്റെ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ അവിടെ ഒരു ആസൂത്രണം നടത്തുന്നു. ആ ആസൂത്രണത്തെയാണ് മനസ്സെന്ന് പറയുക. ഓക്കെ, അപ്പോ നമ്മുടെ കർമ്മമായി മാറാൻ വേണ്ടിയിട്ട് ഈ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഭാവന അവിടെ ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞു ഭാവനയാണ് സൃഷ്ടിയുടെ കാരണമെന്ന്. അപ്പോ എന്റെ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാനായിട്ട് എന്റെ ഉള്ളിൽ ഒരു ഇമാജിനേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഇമാജിനേഷൻ കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് ഒരു ക്വസ്റ്റ് എന്നിൽ നിന്നും ഒരു അർത്ഥന വെളിയിലേക്ക് പോകും. ആ വെളിയിലേക്ക് പോകുന്ന അർത്ഥന എന്ന് പറയുന്നത് എന്നിലേക്ക് പ്രകൃതിയുടെ പ്രതികരണങ്ങൾ തിരിച്ചു കൊണ്ടെത്തും. പ്രകൃതിയുടെ പ്രതികരണം എന്ന് പറയുന്നത് എന്റെ ഇണയാകാം, എന്റെ മുന്നിലുള്ള വസ്തുവാകാം, എന്തുമാകാം, എന്റെ ഉപരിവ്യവസ്ഥയോ എന്റെ സഹവ്യവസ്ഥയോ ആയിട്ടുള്ള എന്തുമാകാം. എന്റെ ഒരു അർത്ഥന എനിക്ക് ചുറ്റുപാടിൽ നിന്നും പ്രതികരണങ്ങളെ കൊണ്ടുതരും. ഓക്കെ, ഈ പ്രോസസ് ഓഫ് ഹങ്കർ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വിശപ്പിന്റെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, വിശപ്പ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശരിക്കും നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമുള്ള, ശരീര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള, ചയാപചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്, ന്യൂട്രിയൻസ് നമ്മുടെ ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് ശരീരം അബ്സോർബ് ചെയ്യുന്നത്. ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് സാധനം എത്തുന്നത് എങ്ങനെയാണ്? അത് നിൽക്കുന്ന ടിഷ്യൂവിൽ നിന്നാണ്, ആ കലകളിൽ നിന്നാണ്. അപ്പോ കലകളിൽ നിന്നും ഇത് വലിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടേക്ക് ഇതൊരു വാക്യൂം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഇത് ഇവിടേക്ക് ഇന്നത് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രേരണ വെളിയിലേക്ക് ചെലുത്തുമ്പോൾ ആ പ്രേരണയിലേക്കാണ് ഈ ഉപരിവ്യവസ്ഥയിൽ നിന്നും ഈ ന്യൂട്രിയൻസ് ചെന്നെത്തുന്നത്. കോശങ്ങൾക്ക് ഈ നിർമ്മാണ വസ്തുക്കൾ ആവശ്യമുള്ളപ്പോൾ അത് കലകളിൽ നിന്നും ക്വസ്റ്റ് ചെയ്ത് സ്വീകരിക്കുന്നു. കലകൾക്ക് അത് വേണ്ടപ്പോൾ കലകൾ അവയവങ്ങളിലേക്ക് കൊടുക്കുന്നു, അവയവത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. അവയവം അത് ജീവിയിലേക്ക് കൊടുക്കുന്നു, ജീവിയിൽ നിന്ന് സ്വീകരിക്കുന്നു. ജീവി ഇത് തൊട്ട് വെളിയിലുള്ള വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിയിലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്നും ഇത് വേണ്ടുന്ന വസ്തുക്കൾ അകത്തേക്ക് പോകുന്നു. അപ്പോൾ എനിക്ക് എന്റെ അവയവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ അവയവത്തിന് ഈ ഒരു ചോദ്യം എന്നിലേക്ക് എറിയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വിശപ്പായിട്ടാണ്. അതായത് അവയവം എന്നിലേക്ക് തരുന്ന ആ വിശപ്പ് എന്നുള്ള അർത്ഥന, ക്വസ്റ്റ്, അതാണ് എനിക്ക് എന്റെ വെളിയിലേക്ക് ഞാൻ കൊടുക്കുന്നത്. എന്റെ വെളിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഭക്ഷണം എന്റെ മുന്നിലേക്ക് കിട്ടും. വിശപ്പ് എന്നുള്ള ഒരു കാര്യം ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാളുടെ മുന്നിലേക്ക് ഭക്ഷണം എത്തിയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമാണ്. എനിക്ക് ഭക്ഷണം കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള അയാൾക്ക് വിശന്നാൽ ആ വിശപ്പ് എന്ന് പറയുന്നത് ശരിയായ വിശപ്പായിരിക്കില്ല, അയാളുടെ അർത്ഥന ശരിയായ അർത്ഥനയായിരിക്കില്ല. അതിനകത്ത് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യും. അതാണ് പട്ടിണിക്ക് കാരണം, അല്ലാതെ ഭക്ഷണം ഇല്ലായ്കയല്ല പട്ടിണിക്ക് കാരണമാകുന്നത്. എന്താണെങ്കിലും
ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നില്ല. അതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് വശങ്ങൾ അവയിലേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കുന്നില്ല. എന്താണെങ്കിൽ പ്രോസസ് ഓഫ് ഹങ്കർ, ആ ഒരു പ്രോസസ്സിൽ നമ്മുടെ ക്വസ്റ്റ് എന്ന് പറയുന്നതാണ് മെറ്റാബോളിസത്തെ ഉണ്ടാക്കുന്നത്. മെറ്റാബോളിസത്തിനെ ഹങ്കറിലൂടെ, ഭക്ഷണത്തിലൂടെ പരിഹരിക്കുന്നത് ഈ നമ്മുടെ ഉള്ളിലുള്ള ആ പ്രോസസ് ഓഫ് ഹങ്കർ എന്നുള്ള ആ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ് ആണ്, അർത്ഥനയാണ്. ഓക്കെ, അത് എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്, നിങ്ങളിൽ കൂടെ അത് സംഭവിക്കുന്നു, നിങ്ങളിൽ അത് സംഭവിക്കുന്നു, നിങ്ങളിൽ കൂടെ സംഭവിക്കുന്നു. പ്രകൃതിയുടെ ഒരു പ്രവർത്തന സംവിധാനമാണ് ക്വസ്റ്റിംഗ് എന്നുള്ളത്, ക്വസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഫ്രീക്വൻസി പാരഡൈം ഒരു ആശയത്തെ ഒന്ന് പരിചയപ്പെടാം. നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, നമുക്ക് ഒരു പ്രത്യേകതരം ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് ആവർത്തിച്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ എന്നുള്ള നമ്മുടെ തോന്നലാണ് ഫ്രീക്വൻസി പാരഡൈം എന്ന് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. എന്താണെങ്കിലും പറയാം, നിങ്ങൾക്ക് പ്രകൃതി എന്ന് പറയുന്നത് ഒരു അമ്മത്തമാണെന്ന് നമുക്കറിയാം, അല്ലെ, സ്ത്രൈണതയാണെന്നുള്ളത്. അപ്പൊ എപ്പോഴും പ്രകൃതിയുടെ ഉപവ്യവസ്ഥകൾ എപ്പോഴും അതിന്റെ ചുറ്റുപാടിൽ നിന്നും, അതിന്റെ ഉപവ്യവസ്ഥകൾ അതിന്റെ പരിസ്ഥിതിയിൽ നിന്നും, അതിന്റെ പരിസരത്ത് നിന്നാണ് ക്വസ്റ്റ് ചെയ്ത് കാര്യങ്ങളെ നേടുന്നത്. ഓക്കെ, അപ്പോ ഉപവ്യവസ്ഥകൾ എപ്പോഴും ക്വസ്റ്റ് ചെയ്ത് പ്രകൃതിയിൽ നിന്നും അതിന്റെ ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങളെ നേടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടുന്ന കാര്യത്തെ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ഉള്ളിൽ ഒരു ഹങ്കർ ഉണ്ടാകുന്നത്. ഈ ഹങ്കറിനെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഭക്ഷണം കൊടുത്തുകൊണ്ട്. അപ്പോ ഭക്ഷണം, നമുക്ക് ഹങ്കർ ഉണ്ടാകുന്നത് മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഹങ്കർ വെളിയിലേക്ക് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം എടുത്ത് ഉള്ളിലേക്ക് കൊടുക്കുന്നു. ഭക്ഷണം കൊടുത്താൽ മാത്രമേ ഈ മെറ്റാബോളിക് ആക്ടിവിറ്റി നടക്കുള്ളൂ എന്നുള്ളതുണ്ട്. നമ്മൾ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെ നിരന്തരം കഴിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിക്കുക എന്നുള്ളൊരു ശീലമാണ്. യഥാർത്ഥത്തിൽ ഭക്ഷണം അങ്ങനെ കഴിക്കേണ്ട കാര്യമുണ്ടോ? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചത്തുപോകുന്നുണ്ടോ? ഇല്ല. ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ സിസ്റ്റം അനുസരിച്ച് ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ മാത്രം കൊടുക്കുക എന്നുള്ളത്, ആവശ്യമുള്ളപ്പോൾ കിട്ടുക എന്നുള്ളതും ആവശ്യമുള്ളപ്പോൾ മാത്രം കൊടുക്കുക എന്നുള്ളത് ഒരു നിയമമുണ്ട്. ആവശ്യമുള്ളപ്പോൾ കൊടുക്കണം, ആവശ്യമുള്ളപ്പോൾ മാത്രമേ കൊടുക്കാവൂ, അല്ലാത്തപ്പോൾ അത് കൊടുക്കരുത് എന്നുള്ളത്. പക്ഷെ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ട് രാത്രി എന്ന രീതിയിൽ ക്ലോക്ക് നോക്കിയിട്ട് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ക്ലോക്ക് നോക്കി കഴിക്കുന്ന രീതി നമ്മുടെ കൈവശമുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഒരു തെറ്റായിട്ടുള്ള ഫാൾസങ്കറെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫാൾസിഫൈഡ് ആയിട്ടുള്ള ഒരു പാരഡൈം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയം ഓട്ടോഫാഗി എന്നുള്ള പ്രക്രിയയിലൂടെ നമ്മുടെ അകത്തുള്ള കേടുപാടുകളെ എല്ലാം മാറ്റിവെക്കാൻ, കേടുപാടുകളെ തിരുത്താനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രക്രിയക്ക് പകരം നമ്മൾ നിരന്തരം കഴിക്കുന്നതാണ് ശരി എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ എത്തിപ്പറ്റുന്ന ഒരു പാരഡൈമാണ് ഫുഡ് ഈസ് ദ ബേസിസ് ഓഫ് ലൈഫ് എന്നുള്ളത്. ഭക്ഷണം എന്നുള്ളത് ജീവന്റെ അടിസ്ഥാനമാണ് എന്നൊരു ധാരണയിലേക്ക് നമ്മൾ എത്തുന്നു. ഭക്ഷണം എന്നുള്ളത് ജീവന് ആവശ്യമുള്ളതാണ്. ഭക്ഷണം നിരന്തരം കഴിക്കുന്നത് ഒരു ആവശ്യമാണോ എന്നുള്ളത് നമ്മളത് പരിശോധിക്കണം. അപ്പോ ഈ നമ്മൾ നിരന്തരമായി കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശപ്പല്ല മാറ്റുന്നത്, അത് നമ്മൾക്ക് മെന്റൽ പീസ് ഉണ്ടാക്കി തരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന തോന്നൽ നമുക്ക് മെന്റൽ പീസ് ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. ഈ സൈക്കോളജിക്കൽ ഹങ്കർ എന്ന് പറയുന്ന കാര്യം, ഉള്ളിൽ നിന്നും എനിക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം പോരാ എന്ന് നമുക്ക് മലയാളിക്ക് തോന്നും സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ നിറയെ കാർബോഹൈഡ്രേറ്റ് കഴിച്ച് ശീലിച്ചവരാണ്. സായിപ്പ് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. എന്തെങ്കിലും രാവിലെ 2 കുക്കീസ് അല്ലെങ്കിൽ 2 ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ഒരു ചെറിയ ബർഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഒക്കെ കഴിച്ചിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മലയാളി രാവിലെ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഒരേ അളവിൽ അവരിങ്ങനെ കഴിച്ചു കൂട്ടുന്നവരാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കൽ ഹങ്കറാണ്. സൈക്കോളജിക്കൽ ഹങ്കർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ജീവൻ നിലനിൽക്കുന്നു, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ നിലനിന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ഒരവസ്ഥ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പക്ഷെ നമ്മൾ ശീലിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിച്ചാൽ അത് ഈസിനെസ്സിലേക്ക് പോകും, സ്വാസ്ഥ്യത്തിലേക്ക് പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ
സ്വാസ്ഥ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള മെന്റൽ സ്റ്റേറ്റ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് സ്വാസ്ഥ്യം ഉണ്ടാകണം. സുഗമമായ ശാരീരിക അവസ്ഥ ഉണ്ടെങ്കിൽ സ്വാസ്ഥ്യം ഉണ്ടാവണം. അത് ഫിസിക്കൽ ആയിട്ടുള്ള ബാലൻസ് അല്ല, ഫിസിക്കൽ ആയിട്ടുള്ള ഈസ് അല്ല, നമ്മൾ ചെയ്തു കഴിച്ചു എന്നുള്ള തോന്നലാണ്. ആ തോന്നലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ അഹങ്കാരം എന്നുള്ള സംഭവം, നമ്മുടെ ഉള്ളിലെ ഞാൻ എന്നുള്ള ഭാവം, ഈ ഞാൻ എന്നുള്ള ഭാവത്തിന് അത് എന്താണെന്ന് വിചാരിക്കണം. അത് ഞാനൊരു മലയാളിയാണ്. ഞാൻ രാവിലെ എന്നിട്ട് 10 കിലോയുടെ ചോറുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ 5 കിലോയുടെ ബിരിയാണി തിന്നു. ഇതാണ് എന്റെ ജീവിതം എന്ന് മനസ്സിലാക്കി വെച്ചുള്ള, അതാണ് ഞാൻ എന്ന് മനസ്സിലാക്കി വെച്ചുള്ള നമ്മുടെ ഈഗോ എന്താണോ കാക്ഷിക്കുന്നത്, എന്താണോ ശീലിച്ചിട്ടുള്ളത്, അത് ചെയ്യുമ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. മണ്ണാർക്കാടുള്ള ഒരു കുട്ടിയുടെ, ഒരു ഗൾഫുകാരന്റെ മോനായിട്ടുള്ള ഒരു കുട്ടി, ചെറിയ കാലം മുതൽ അവരുടെ വീട്ടുകാര് ആ കുട്ടിക്ക് എന്താ പറയാ റിച്ച് ഫുഡ് കൊടുക്കണം എന്നുള്ള അതിൽ തന്നെ അവനെപ്പോഴും മറ്റേ മന്തിയും ബിരിയാണിയും ഒക്കെ വാങ്ങിച്ചാണ് കൊടുത്തത്. ഇടയ്ക്ക് അവനൊരു അസുഖം വന്നു. ഒരു 4 വയസ്സോ 6 വയസ്സുള്ളപ്പോൾ ഒരു അസുഖം വന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഉമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഉമ്മ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു പച്ചരിക്കഞ്ഞി അല്ലാതെ മറ്റൊന്നും കൊടുക്കരുത്. വീട്ടിൽ വന്നിട്ട് മോന് ഉമ്മ പച്ചരിക്കഞ്ഞി വെച്ചു കൊടുക്കണം. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പച്ചരിക്കഞ്ഞി അടിക്കും. അവന് അത് പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവൻ കരയുന്നു, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു, അവന്റെ പനിയും അസുഖമൊക്കെ കൂടുന്നു. എന്നിട്ട് അവന്റെ അസുഖം മാറാനായിട്ട് ഉമ്മ ചെയ്ത വഴി എന്ന് പറയുന്നത് അവന് വീണ്ടും അവന്റെ ആവശ്യപ്രകാരം ബിരിയാണി ഉണ്ടാക്കി കൊടുക്കലാണ്. ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു, അത് കഴിച്ചു, അവന് മനസ്സമാനായിട്ട് കിടന്നുറങ്ങി, അവന്റെ പനിയും മാറി. ഒന്ന് ആലോചിച്ച് നോക്കണേ, ബിരിയാണി എന്താണെന്ന് അറിയുന്നവർക്ക് അറിയാമല്ലോ എന്താണ് ബിരിയാണി കഴിച്ചിട്ടുണ്ടാവുന്നത്. ഇത് മനസ്സിന്റെ ആ ഈഗോയുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതാണ് നമുക്ക് ഈസിനെസ് തരുന്നത്. ഓക്കെ, അപ്പോ ബയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വേണ്ടപ്പോ കൊടുക്കുക എന്നുള്ളതാണ് ബയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ നീഡ് എന്ന് പറയുന്നതല്ല, എപ്പോഴും നമ്മൾ ഇത് എന്താ പറയാ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വഴി, എപ്പോഴും ഞാനിത് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. എപ്പോഴും ഞാനത് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഞാൻ എന്റെ ശരീരം ഹെൽത്തി ആണെന്ന്, അപ്പൊ അത് തൃപ്തിപ്പെടുത്താനാണ്. അപ്പോ സൈക്കോളജിക്കൽ ഹങ്കറും ബയോളജിക്കൽ ഹങ്കറും തമ്മിലുള്ള വ്യത്യാസം, ശരീരത്തിന്റെ ആവശ്യം എന്താണ് എന്നതല്ല മനസ്സിന്റെ ആവശ്യം. മനസ്സിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാവുന്നത്. ഈ പോയിന്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പ്രണയവും ലൈംഗികതയും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇത്ര നേരം സംസാരിച്ചത് ഭക്ഷണത്തെ കുറിച്ചും ഒക്കെയാണ്, ക്വസ്റ്റിനെ കുറിച്ചാണ്, ക്വസ്റ്റോണിനെ കുറിച്ചാണ്. കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. ഈ സൈക്കോളജിക്കൽ നീഡ് എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ചെയ്യണം. ഈ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ആ സൈക്കിളിനകത്തുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റാഗ്നേഷനിലാവും. അപ്പോ ഭക്ഷണം ഒരു കിട്ടാതെ പോകുന്നു എന്നുള്ള ഒരാൾ വിചാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇങ്ങനെ സാധനങ്ങൾ കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെയൊക്കെ അതുണ്ടാക്കിയ ആഘാതങ്ങൾ ഒഴിവാക്കണമെങ്കിൽ, ഇപ്പൊ എന്റെയൊക്കെ ശരീരത്തിനാണെങ്കിൽ ഒരു 40-50 ദിവസം ഭക്ഷണം കഴിക്കാതെ പോയാൽ മാത്രമേ എന്റെ ശരീരം പൂർണ്ണമായിട്ട് സെറ്റിൽഡ് ആവുകയുള്ളൂ. 50 ദിവസം ഭക്ഷണം കഴിക്കാതെ പോയാൽ മാത്രമേ സെറ്റിൽ ആവൂ എന്നുള്ള ശരീരത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് അവെയർ അല്ല. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് ഈ രാവിലെ ഭക്ഷണം കിട്ടിയില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയില്ല, വൈകുന്നേരവും കിട്ടില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ രാവിലെയും ഉച്ചയ്ക്കും കൂടെ ഒരു പക്ഷെ കടന്നു പോയതില്ല, നാളെ വൈകുന്നേരം ഒരു പക്ഷേ കടന്നു പോകും, മറ്റന്നാളാകുമ്പോഴേക്കും ഞാൻ മരിച്ചു പോയി. എന്റെ ടോട്ടൽ സിസ്റ്റം സ്റ്റക്കാവും, സ്റ്റാഗ്നേഷനിലാവും. അപ്പോ സൈക്കോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ഒരിക്കലും ബയോളജിക്കൽ നീഡ്. കാരണം നമ്മുടെ ഭാവനയിൽ നിന്ന് നാം എന്താണോ കരുതി വെച്ചിട്ടുള്ളത്, ഉപബോധത്തിൽ നമ്മൾ എന്താണോ കരുതി വെച്ചിട്ടുള്ളത്, നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്താണോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഇതിനനുസരിച്ചാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഭാവനയെ കൈകാര്യം ചെയ്യുന്നത് മനസ്സാണ്. മനസ്സിനെ കുറിച്ചുള്ള പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഭാവനയെ കൈകാര്യം ചെയ്യുന്നത് മനസ്സാണ്. മനസ്സിന്റെ വിവിധ മണ്ഡലങ്ങളിലൂടെ പോകുന്നതിൽ ഒരു എലമെന്റ് ആണ് ഭാവന എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാവനയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്ന ഭാവനയ്ക്ക് വേണ്ടുന്ന എലമെന്റുകൾ മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അവ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിന്റെ നീഡല്ല, നമ്മുടെ തോന്നലുകളാണ്. നമ്മുടെ തോന്നൽ എന്ന് വെച്ചാൽ നമ്മുടെ ചിന്ത ഉണ്ടാക്കിയ, ഭാവന ഉണ്ടാക്കിയ ചില തോന്നലുകളാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നമുക്കിനി റൊമാൻസ് എന്നുള്ള അവസ്ഥയെ കുറിച്ചൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ, പ്രണയം എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിനോടുള്ള ആഭിമുഖ്യമാണെന്നോ, ഒന്നിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണെന്നോ
ഒക്കെ നമുക്ക് കരുതാം. അങ്ങനെ ഒരുപാട് ഇപ്പൊ പ്രത്യേകിച്ചും കാവ്യഭാഷയിലൊക്കെ പറയുന്ന സമയത്ത് പ്രണയത്തിന് വല്ലാത്ത അർത്ഥതലങ്ങളുണ്ട്. നമ്മളിവിടെ പറയുന്ന പ്രണയം എന്ന് പറയുന്നത് കപ്പിളിനിടയിലുള്ള ആ ഒരു ഇന്റിമസി ആണ്. ആ ഇന്റിമസി എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ അതിനെ എടുക്കുക. ഓക്കെ, ജീവൻ എന്ന് പറയുന്ന സെൽഫ് ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. നിങ്ങൾക്കറിയാം, ജീവിതം എന്ന് പറയുന്ന സെൽഫ് ഓർഗനൈസ്ഡ് ആണ്. ഈ സെൽഫ് മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെയുള്ള ഹങ്കർ, ഫുഡ്, ഈ ഒരു മെക്കാനിസം ഉണ്ടാകുന്നത്. ഓക്കെ, സെൽഫ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്. ജീവൻ എന്ന് പറയുന്നത് സ്വയം പരിചരണമാണ്, സെൽഫ് ഓർഗനൈസേഷനാണ്. സെൽഫ് ഓർഗനൈസേഷന്റെ ഒരു മെക്കാനിസമാണ് ഹങ്കർ, ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഇതിന്റെ മറ്റൊരു വശമാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെൽഫ് മെയിൻ്റനൻസിന്റെ എന്ന് പറയുന്നത് സെൽഫ് ഓർഗനൈസേഷന്റെ ഒരു പ്രോസസ്സാണ് സെൽഫ് മെയിൻ്റനൻസ്. മറ്റൊരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള, റീപ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയുള്ള, പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയുള്ള, റീപ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ എന്നിൽ നിന്നും എന്റെ പതിപ്പുകളെ ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ളതാണ് റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയുള്ള ഇമാജിനേഷൻ ആണ് റൊമാൻസ്. പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയുള്ള എന്ന് വെച്ചാൽ ഒരു കംപ്ലീഷനിലേക്ക് എത്താൻ വേണ്ടി, ഒരു പൂർണ്ണതയിലേക്ക്, ഒരു പൂരകതയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ഭാവനയാണ്, ഭാവനാത്മകമായ അവസ്ഥയാണ് റൊമാൻസ് എന്ന് പറയുന്നത്. ഭാവന എന്താണെന്ന് അറിയാം. ഇല്ലാത്ത ഒന്നിനെ, മൂർത്തരൂപങ്ങളില്ലാത്ത ഒന്നിനെ, മൂർത്ത മാതൃകകളില്ലാത്ത ഒന്നിനെ നാം പുതുതായി രൂപകൽപ്പന ചെയ്യുന്നു എന്നുള്ളതാണ്. ഇല്ലാത്ത ഒന്നിനെ രൂപകൽപ്പന ചെയ്യുന്നതാണ് ഭാവന. ഭാവന ചെയ്യുന്നത് രൂപകൽപ്പനയിലൂടെ, അതിന്റെ ഒരു രൂപകൽപ്പന നടന്നതിന് ശേഷം അത് രൂപീകരിക്കപ്പെടും എന്നത് മറ്റൊരു വസ്തുത. എന്താണെങ്കിലും ഒരു പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഇമാജിനേഷനാണ്, ഒരു പ്രൊഡക്ഷനെ ഭാവന ചെയ്യുന്ന, ഒരു പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവന. ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് വേണ്ടി സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ഓരോ വശങ്ങളും ഇങ്ങനെ ആകട്ടെ എന്നുള്ളതല്ല. എന്താണെങ്കിലും പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയുള്ള ഒരു ഇമാജിനേഷനാണ് റൊമാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റൊമാൻസ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ചോദനയായിട്ട് വരുന്നത് റീപ്രൊഡക്ഷൻ ആണ്. കൃത്യമായിട്ടും റീപ്രൊഡക്ഷൻ ആണ്. നമുക്ക് കഥകളിലും കവിതകളിലും ഒക്കെ 100 കാര്യങ്ങൾ അപ്പുറത്തോട്ട് പറയാം. പക്ഷെ എന്താണെങ്കിലും പ്രണയം എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്നുള്ളത് റീപ്രൊഡക്ഷൻ ആണ്. അത് എന്താണെന്ന് മനസ്സിലാക്കുന്നത് മനസ്സിന്റെ വിവിധ തലങ്ങളെ കുറിച്ച്, ഓരോ തലങ്ങളുടെയും ഫാക്കൽറ്റികളെ കുറിച്ച്, അവിടെയൊക്കെ ഓരോന്ന് സംഭവിക്കുന്നത് മറ്റു തലങ്ങളിലേക്ക് എങ്ങനെയാണ് സ്പിൽ ഓവർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. തൽക്കാലം നമ്മൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വിഷയത്തിലേക്ക് പോവാം. ബേസ് ഓഫ് റൊമാൻസ് ഇസ് റീപ്രൊഡക്റ്റീവ് ഇൻസ്റ്റിങ്ക്ട്. ആ റീപ്രൊഡക്റ്റീവ് ഇൻസ്റ്റിങ്ക്ട് എന്നുള്ളത് എങ്ങനെ സാധിക്കും എന്നതിന് വേണ്ടിയുള്ള ഇമാജിനേഷനാണ് റൊമാൻസ് ആയിട്ട് നമുക്ക് വെളിപ്പെടുന്നത്. ആ വെളിപ്പെടലിനെയാണ് ക്വസ്റ്റ് ആവുന്നത്, ക്വസ്റ്റ് അർത്ഥനയാകുന്നത്. ആ എന്റെ ഉള്ളിൽ നിന്നും അർത്ഥനയായിട്ട് വെളിയിലേക്ക് പോകുന്നത് സ്വാഭാവികമായും എന്റെ ഇണയിൽ ഞാൻ എന്തിനെയാണോ പ്രണയിക്കുന്നത് അതിന്റെ മുകളിൽ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് റൊമാൻസിന്റെ ഒരു എന്താ പറയാ അനാറ്റമി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നിൽ നിന്നും ഈ പ്രണയം എന്നുള്ളത് വെളിപ്പെടുന്നത് ഇത്തരത്തിലാണ്. ഓക്കെ, ഈ പ്രണയത്തിൽ നിന്നും ലൈംഗികതയിലേക്കുള്ള ദൂരം നമുക്ക് അറിയാം, അധികമൊന്നുമില്ല, വളരെ ചെറുതാണ്. പക്ഷെ പ്രണയത്തെ വളരെ പുണ്യമാണെന്ന് കരുതി കാവ്യഭാഷയിൽ ഇതിനെയൊക്കെ കരുതിക്കൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ചും വിവാഹിതരാകുന്നതിന് മുമ്പ് പ്രണയം എന്ന് പറയുന്നതിന് വല്ലാത്ത മൂർത്ത രൂപവും വല്ലാത്ത വിശുദ്ധിയും നമ്മൾ നൽകാറുണ്ട്. വിവാഹം കഴിയുന്നതോടുകൂടി ഇതാണോ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ വേർതിരിവുകൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയാ ഇതിന്റെ ഒരു ഇടയിലുള്ള ഒരു വാളൻ ഇല്ലാതായി തീരുന്നതോടുകൂടി വിവാഹിതർക്ക് ഇതിന്റെ ഒരു മൂല്യം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇതിന്റെ മൂല്യത്തിന്റെ അവസ്ഥ, പ്രത്യേകിച്ചും സ്വന്തം ഇണയോടുള്ള ആ അവസ്ഥ നഷ്ടപ്പെടുകയോ ചെയ്യും. ആരുടെങ്കിലും ഒക്കെ ചിലപ്പോൾ പ്രണയം ഉണ്ടായി എന്ന് വരും. അപ്പൊ അവിടെ വേറൊരു ബാരിയർ ഉണ്ടല്ലോ. അതുകൊണ്ട് ഓക്കെ, എന്താണെങ്കിലും സൈസ് റൈറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെൻഡർ സെപ്പറേഷൻ ഉണ്ടായതെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. വളർച്ചാ പരിധി അനസ്യൂതമായിട്ട് അനന്തമായിട്ട് പെറ്റുവരികാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ കുടുംബം അതല്ലെങ്കിൽ ഈ പെയർഹുഡ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ സൈസ് റൈറ്റ്നെസ് പാലിക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മെർജൻസസ്. പ്രൊഡക്റ്റീവ് മെർജൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനക്ഷമതയുള്ള
ചേർച്ചകൾ. വെച്ചാൽ രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ഒരു ഉൽപാദനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ സൈസ് റൈറ്റ്നെസ് എന്നുള്ള സംഭവമുണ്ട്. അപ്പൊ സൈസ് റൈറ്റ്നെസ് എന്നുള്ളത് കൊണ്ട് കൺട്രോൾ ചെയ്യുക, സൈസ് റൈറ്റ്നെസ് എന്നുള്ള ക്രൈറ്റീരിയ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് മെർജൻസ് ആണ് ഫാമിലി എന്ന് പറയുന്നത്, പെയർ എന്ന് പറയുന്നത്. അപ്പൊ ഫാമിലി ഉണ്ടാകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണെന്നുള്ളതിനേക്കാളും പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാമിലി എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. പെയർഹുഡ് എന്നുള്ള സംഭവം ഉണ്ടാകുന്നത് ഈ അനസ്യൂതമായിട്ടുള്ള അനന്തമായിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്? നമ്മൾ ശരീരത്തിന്റെ ബേസിനെ കുറിച്ച് പറഞ്ഞു. മെറ്റബോളിക് ആക്ടിവിറ്റി, ഹങ്കർ, ഫുഡ്, ഇതിന്റെ ഒരു കഥ നമ്മൾ പറഞ്ഞതാണ്. അതായത് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 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 ക്വസ്റ്റ് ഉണ്ടാവുന്നു വെളിയിലേക്ക്. അതാണ് ഹങ്കർ എന്ന് പറയുന്നത്. അതിനുള്ള പരിഹാരമാണ് ഫുഡ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ബേസ് ആണ് പറഞ്ഞത്. ഫാമിലിയുടെ ബേസ് എന്ന് പറയുന്നത് ഈ ഫാമിലിയുടെ ഇപ്പോ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റി, ചയാപചയ പ്രവർത്തനം, കേടുവന്ന കോശങ്ങളെ മാറ്റുന്നു, കോശങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം നിലനിർത്തുന്ന ഒരു അവസ്ഥയാണ്, അങ്ങനെ തമ്മിൽ ചേർക്കുന്ന ഒരു അവസ്ഥയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഫാമിലിയിലോ ആ മെറ്റാബോളിസം എന്ന് പറയുന്നത് മ്യൂച്വാലിറ്റിയാണ്. ആ മ്യൂച്വാലിറ്റിയിൽ നിന്നുണ്ടാവുന്ന ക്വസ്റ്റ് ആണ് റൊമാൻസ് എന്ന് പറയുന്നത്. അർത്ഥനയാണ്, വെളിപ്പെടുന്ന ഹങ്കർ പോലെയുള്ള ഒന്നാണ് റൊമാൻസ് എന്ന് പറയുന്നത്. അതിനുള്ള പരിഹാരമാണ് സെക്സ് എന്ന് പറയുന്നത്. കണക്ട് ചെയ്യുക ബോഡിയും ഫാമിലി തമ്മിൽ. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ അപ്പർ സിസ്റ്റം ആയിട്ടുള്ള ഫാമിലി, ആ രീതിയിൽ കണക്ട് ചെയ്യുക. ബോഡിക്ക് വേണ്ടത് മെറ്റാബോളിക് ആക്ടിവിറ്റിയാണ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ് എന്ന് പറയുന്നത് ഹങ്കറാണ്, അതിനുള്ള പരിഹാരം ഫുഡാണെങ്കിൽ, അതുപോലെ ഫാമിലിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ടാകുന്ന മ്യൂച്വാലിറ്റിയിലാണ്. ആ മ്യൂച്വാലിറ്റി എന്നുള്ള സംഭവം നടപ്പിലാകണമെങ്കിൽ അതിൽ നിന്നും വെളിയിലേക്ക് വരുന്നത്, വെളിപ്പെടുന്നത്, ക്വസ്റ്റ് ചെയ്യുന്നത് റൊമാൻസ് ആണ്. ആ ക്വസ്റ്റിനുള്ള പരിഹാരം എന്ന് പറയുന്നത് സെക്സ് ആണ്. റൈറ്റ്? ഈ സെക്സിൽ തന്നെ നമ്മൾ ഈ സൈക്കോളജിക്കൽ ഹങ്കറിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോ സൈക്കോളജിക്കൽ സർവൈവലില് ഈ സാധനത്തിന്റെ ഡിറക്ഷൻ നേരെ തിരിച്ചാണ്. നമ്മൾ നേരത്തെ ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മ്യൂച്വാലിറ്റി, റൊമാൻസ് ആൻഡ് സെക്സ് എന്ന് പറയുന്നു. സൈക്കോളജിക്കൽ സർവൈവൽ ഓഫ് ഫാമിലിയില് അത് വരുന്നത് നേരെ തിരിച്ചാണ്. ആദ്യം സെക്സ്, ദെൻ റൊമാൻസ്, ദെൻ മ്യൂച്വാലിറ്റി. സെക്സ് ആണ് അവിടെ കാര്യത്തെ പിടിച്ച് കെട്ടി നിർത്തുന്നത്. അതിന്റെ ഔട്ട്പുട്ടായിട്ട് സെക്സിലൂടെ ഏർപ്പെട്ട് കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പരിഗണനാത്മകമായ അവസ്ഥയാണ് അവിടെ റൊമാൻസ് ആയിട്ട് വെളിപ്പെടുന്നത്. അതാണ് മ്യൂച്വാലിറ്റിയെ പ്രേരണയായിട്ട് കൊണ്ടു നടക്കുന്നത്. ഈ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഈ ബേസ് ഓഫ് ഫാമിലി എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഫാമിലി നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ലൈംഗികത ഉണ്ടാകണം, അതിനെ ആധാരമാക്കുന്ന റൊമാൻസ് ഉണ്ടാകണം. ഇതിൽ ഏതാദ്യം എന്നുള്ളത് നമ്മളുടെ നീഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഹങ്കർ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഹങ്കർ ആണോ സൈക്കോളജിക്കൽ ഹങ്കർ ആണോ, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഹങ്കർ ആണോ സൈക്കോളജിക്കൽ ഹങ്കർ ആണോ എന്നുള്ളതാണ് ആവശ്യം മനസ്സിലാക്കേണ്ടത്. സൈക്കോളജിക്കൽ ഹങ്കർ ആണെങ്കിൽ സെക്സ് ആൻഡ് റൊമാൻസ് ആണ് കാര്യം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അതിന്റെ ഫ്രീക്വൻസി ഉണ്ട്, ആ ഫ്രീക്വൻസി ആവശ്യത്തിന് ഉണ്ടാവണം എന്നുള്ളതാണ് കാര്യം. അപ്പോൾ മെയിൻറ്റെയിനിങ് സൈക്കോളജിക്കൽ ഹങ്കർ, ആ സൈക്കോളജിക്കൽ ഹങ്കറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സെക്സിന്റെ കാര്യത്തിൽ നമുക്ക് നിർബന്ധമായും സംഭവിക്കേണ്ടുന്ന ഒരു കാര്യം. അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സമയമില്ലാത്ത, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധയില്ലാത്ത ആളുകൾക്കൊക്കെ തന്നെ വൻ അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാല് ഇപ്പോ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്നു, വൈഫ് ആ സമയത്ത് കിച്ചണിലെ ജോലികളായിരിക്കും. അപ്പോ കിച്ചണിലെ ജോലി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് എന്റെ പരിചയത്തിലുള്ള ഒരു, അല്ലെങ്കിൽ നമ്മള് പരിചയത്തിലല്ല, നമ്മുടെ കൗൺസിലിങ്ങിലൂടെ കടന്നുപോയ ഒരു ഫാമിലിയുടെ കാര്യമാണ്. ഭർത്താവ് ലേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് വൈഫിനെ എക്സ്പെക്ട് ചെയ്യും, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വൈഫ് കിച്ചണിലെ ജോലികൾ ഏർപ്പെടും. അപ്പൊ അവൾ ഫ്രീ ആകുന്നത് വരെയുള്ള സമയം ഇയാള് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കും. അവൾ അത് കഴിഞ്ഞിട്ട് അവളുടെ കുളിയും ജപവും കഴിഞ്ഞിട്ട് പകല് മുഴുവൻ വർക്ക് ചെയ്ത ഓർമ്മയിൽ പോയിട്ട് ക്ഷീണത്തിൽ പോയിട്ട് കിടന്നുറങ്ങും.
അപ്പൊ ഇയാൾ വെയിറ്റിംഗ് ആയിരിക്കും. അതങ്ങനെ വരാതാവുന്ന സമയത്ത് ഇയാൾ അത് പതുക്കെ ഫോൺ സൈറ്റുകളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ അയാൾ അതിന്റെ സൈറ്റിലൂടെ ഇങ്ങനെയുള്ള യാത്രകൾ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് അത് റിക്വയർഡ് ആയിട്ടുള്ള സമയത്ത് അത് കിട്ടാതെ വരുന്നു. ആ സമയത്തെല്ലാം തന്നെ വിളിക്കുന്ന സമയത്തും പോലും ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അയാൾക്ക് ഒരു ഫിസിക്കൽ പ്രസൻസ് കൊടുക്കാൻ പറ്റാതെ ഇവളത് ആ സമയത്ത് അതിനുള്ള ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് തണുത്ത വെള്ളത്തിൽ കുളിച്ചു വന്നു. അത് ഓട്ടോ സെഷനായിട്ടുള്ളിലേക്ക് കയറുന്നു. അവസാനം ഇവർക്കിടയിലുള്ള ലൈംഗികത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുമില്ല. പിന്നീട് ഇവർ മുൻപോട്ട് പോകുന്നത് വലിയ പ്രശ്നങ്ങളിലൂടെയാണ്. പക്ഷെ ഇവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഫിനാൻഷ്യൽ ബേർഡൻസ് ഒരുമിച്ച് പോകാൻ. ഈ സിറ്റുവേഷൻ ഇനിയും മാറിയിട്ടില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും മാറിയിട്ടില്ല. കാരണം അത്രയേറെ ആഴങ്ങളിലേക്ക് പ്രോബ്ലംസ് റൂട്ടഡ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ സൈക്കോളജിക്കൽ ഹങ്കർ എന്നുള്ളതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ആ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് വേണ്ടത്, സൈക്കോളജിക്കൽ ഹങ്കറിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത് മ്യൂച്വൽ ലവ് ആണ്, പരസ്പരമുള്ള സ്നേഹമാണ്. പരസ്പരമുള്ള സ്നേഹം എന്ന് വെച്ചാൽ ഈ പ്രണയം എന്നുള്ളത് ഉള്ളിൽ നിന്നും ഇങ്ങനെ വന്ന് കവിഞ്ഞു വരുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ അത് നമ്മൾ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കി അറിഞ്ഞുപയോഗിക്കാൻ വേണം. ഈ പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരുതരം ലൂബ്രിക്കേഷൻ, ഒഴുകി കൊണ്ടുപോകാനുള്ള ലൂബ്രിക്കേഷൻ, തമ്മിൽ കൂട്ടി മുട്ടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു മെക്കാനിസമാണ് ലവ് എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിന്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിസിക്കാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് പ്രണയം എന്ന് പറയുന്നത്. ഈ സ്നേഹം പ്രണയം തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളാണ്. ഇത് സംഭവിക്കുന്നത്, ആ പ്രണയം എന്നുള്ളത് സംഭവിക്കുന്നത് പരസ്പരമുള്ള അപ്രീസിയേഷനിലൂടെയാണ്. നമ്മൾക്കിപ്പോ എന്താ അറിയോ, ഈ കൗമാരത്തിൽ ഉണ്ടാവുന്ന പ്രണയം എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയാ, ഒരു ഇൻസ്റ്റിക്റ്റിന്റെ പുറത്തും ഒരു ഇമാജിനേഷന്റെ പുറത്തും ഒരു റൊമാൻറ്റിസിസത്തിന്റെ പുറത്തും ഒക്കെയാണ് ഉണ്ടാവുന്നത്. നമ്മളിവിടെ പറയുന്ന ആ റൊമാൻസ് എന്ന് പറയുന്നതിനകത്തെ ലവ് ഉണ്ടല്ലോ, ആ ലവ് സംഭവിക്കുന്നത് അപ്രീസിയേഷനിലൂടെയാണ്. നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ അത് സംഭവിക്കണമെങ്കിൽ നമുക്ക് അപ്രീസിയേഷൻ സംഭവിക്കണമെങ്കിൽ, റെസ്പെക്ട് എന്നുള്ളത് സംഭവിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾക്ക് ഇതിന്റെ ആവർത്തന സ്വഭാവം മാറ്റിയെടുക്കണം. അതിലെ ഈ എന്താ പറയാ, ബോറടിക്കാനുള്ള, മുഷിപ്പുണ്ടാക്കാനുള്ള ഒരു സാധ്യതകൾ നമ്മൾ മാറ്റിയെടുക്കണം. മുഷിപ്പുണ്ടാക്കാനുള്ള സാധ്യത നമ്മൾ ഒരു കാര്യം ചെയ്യുക വഴി ഇണയുടെ ശ്രദ്ധയെ നമ്മൾ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ പ്രത്യേകിച്ചും ഒരുമിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ കോഴ്സിലൊക്കെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞത്. രണ്ടുപേരും ഒരുമിച്ച് പുതുമയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പ്രണയം എന്ന സംഭവം, പ്രണയത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മുഷിപ്പ് മാറ്റിത്തരും. രണ്ടാമത് നമ്മുടെ പരസ്പരം ആകർഷിക്കുക എന്നുള്ളത്. പലപ്പോഴും ഈ ദാമ്പത്യത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു സമയമൊക്കെ നല്ല വസ്ത്രങ്ങൾ, നല്ല ചന്തമുള്ള ഡ്രസ്സ്, അതൊക്കെ വഴി ഇണയെ എതിർലിംഗത്തിലുള്ളവരെ ആകർഷിക്കാനൊക്കെ ശ്രമിക്കും. വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുന്നതോടുകൂടി പിന്നെ ഈ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ വീട്ടിലുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ, നമ്മുടെ ഇണയൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞത്. അപ്പൊ പിന്നെ അവിടെ ഒന്നും കാര്യമില്ല. വെളിയിൽ പോകുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയാ പിന്നെ ഡ്രസ്സ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇണയെ അട്രാക്ട് ചെയ്യാൻ പാടില്ല. പല മതവിഭാഗങ്ങളിലും അതിനൊക്കെയുള്ള, അല്ലെ പഴയ ആക്ഷൻ കമ്മ്യൂണിറ്റികളിലും അതിനൊക്കെ വേണ്ടിയുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് പരസ്പരം ആകർഷിക്കാൻ കഴിയണം, ഇണകൾക്ക് തമ്മിൽ അട്രാക്ട് ചെയ്യാൻ കഴിയണം. മനസ്സുകൾ ഒരുമിച്ച് ചേരുവാൻ പാകത്തിലുള്ള നയതന്ത്രജ്ഞത ഉണ്ടാകണം. എപ്പോഴും അവൻ അവളുടെ അപ്പനെ വിളിച്ചുകൊണ്ടിരിക്കുക, പിന്നെ തിരിച്ച് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ നാട്ടിൽ നടപ്പാണ്. ഞാനടക്കം ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ചുള്ള ചില രീതികൾ ചെയ്യാറ്. എന്ന് വെച്ചാല് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് കുറ്റം പറയാം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് കുറ്റം പറയാം. എന്നിട്ട് ഭർത്താക്കന്മാർക്ക് പൊതുവെ ഭാര്യമാരെ കുറ്റം പറയാനുള്ള ഒരു രീതിയിലൂടെ സംസാരിക്കുക. ഭാര്യമാര് ഭർത്താക്കന്മാരെ കുറ്റം പറയുക. ഇതൊരു നാട്ടു നടപ്പാണ്. നമ്മുടെ മലയാളിക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. എല്ലാ നാട്ടിലും അങ്ങനത്തെ ചില രീതികളുണ്ട്. നമുക്ക് ശരിക്കും ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമ്മുടെ ബോധപൂർവമായിട്ട് മനസ്സുകളെ ഏകീകരിക്കാൻ പാകത്തിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപെടൽ. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപെടൽ എന്ന് പറയുമ്പോൾ നയതന്ത്രജ്ഞമായിട്ടുള്ള ഇടപെടൽ ചെയ്യുന്നത് കാപട്യമല്ല. നമുക്ക് ഒരാൾ പറയുന്നത് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഒരു കുഞ്ഞ് പറയണം, ഞാൻ ഇവിടെ നിന്ന് വരൂല
എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഞാനേ അവിടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ അത് ഇപ്പൊ എടുത്ത് തരാം, എൻ്റെ കൂടെ വരികയാണെങ്കിൽ പറഞ്ഞ് കുഞ്ഞിനെ നമ്മൾ സോപ്പിടുന്നു. ഈ സോപ്പിടുന്നത് ഡിപ്ലോമസിയാണ്. അതൊരിക്കലും കുഞ്ഞിനോട് കാപട്യം കാണിക്കലല്ല, അത് ചെയ്യുന്നത് കളവല്ല. അത് ആ കുഞ്ഞിന്റെ മനസ്സിനെ നമ്മുടെ മനസ്സുമായി പക്വപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ്. അത്തരത്തിലുള്ള ഒരു ക്രമീകരണം അന്യോന്യം ഉണ്ടാകണം. ചിലപ്പോ അത് എന്നെ കൊണ്ട് ക്രമീകരണമല്ലേ കാണിക്കുന്നതെന്ന് മറ്റേ ആൾക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് വേണ്ടി ആ ക്രമീകരണം കാണിക്കാൻ എന്റെ ഇണ തയ്യാറാകുന്നുണ്ടല്ലോ എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ ബോധങ്ങൾ തമ്മിലുള്ള അമർജൻസ് സംഭവിക്കും. എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ബ്രേക്ക് ഡൗണിന് വേണ്ടിയുള്ള ഒരു പദം പോലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതെന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാ. നമ്മൾ ആവർത്തിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ അത് സംഭവിക്കുന്നുള്ളത് ദാമ്പത്യത്തിന്റെ കാര്യത്തിൽ ഉറപ്പാണ്. നമ്മള് ദമ്പതികൾക്കിടയിൽ എപ്പോഴും സ്ഥിരം വരുന്നൊരു കാര്യമാണ്, എന്നാൽ നമുക്ക് അങ്ങോട്ട് പിരിഞ്ഞേക്കാം എന്ന് പറയും. ആ വാക്ക് ഒരിക്കലും പറയും, എന്നാൽ നമുക്കങ്ങ് പിരിഞ്ഞേക്കാം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ഒത്തുപോകില്ല, നമ്മൾ തമ്മിൽ ചേരില്ലെന്ന് പറയാൻ വെമ്പും. പക്ഷെ ഒരിക്കലും അത് പറയും. അങ്ങനെ തോന്നലുണ്ടെങ്കിൽ ആ സമയത്ത് തിരിച്ചു വിടുക. നമ്മുടെ ആ ശ്രദ്ധയെ, നമ്മുടെ വചനത്തെ, നമ്മുടെ രീതിയെ തിരിച്ചു വിടുക. അതൊരിക്കലും അത് പറയരുത്. പിന്നെ പരസ്പരം ഇത് കുറച്ച് മോളി വരേണ്ടതാണ്. പരസ്പരം നമ്മുടെ ബ്യൂട്ടി കോൺസെപ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ഒരാൾക്ക് എന്റെ ഇണയ്ക്ക് ഏത് തരത്തിലുള്ള ഒരു സൗന്ദര്യ വീക്ഷണമാണുള്ളതെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കാൻ, പ്രതികരിക്കാൻ ഞാൻ തയ്യാറാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ എന്നാണ് മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ. രണ്ടുപേരും തമ്മിലുള്ള ആശയവിനിമയം. നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഇണയോട് പറയണം. നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നിന്റെ കുടുംബക്കാർ തീരെ ശരിയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. അതല്ലാതെ യഥാർത്ഥത്തിൽ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്റെ സ്വപ്നങ്ങൾ, എന്റെ ഭാവനകളിൽ അയാളെയും കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പല കുടുംബങ്ങളിലും ഈ ആദ്യത്തെ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ പറയാറില്ല. അതിലേക്ക് നമ്മൾ പോകണം. അവിടെ നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത് പരസ്പരം അറിയാൻ വേണ്ടിയായിരിക്കണം. പരസ്പരം അറിയാന്ന് വെച്ചാൽ അയാളുടെ പാസ്റ്റ് അറിയാൻ വേണ്ടിയുള്ള ചൊറിച്ചിലല്ല, അയാളെ അറിയാൻ, അയാളുടെ ഇഷ്ടങ്ങൾ അറിയാൻ, അയാളുടെ താല്പര്യങ്ങൾ അറിയാൻ, അയാൾക്ക് എപ്പോഴൊക്കെയാണ് സന്തോഷം ഉണ്ടാകുന്നതെന്ന് അറിയാൻ, അതിനു വേണ്ടിയുള്ളൊരു വിനിമയം നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇണയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എനിക്കനുസരിച്ച് അയാൾ ആയിത്തീരുന്നോ എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കരുത്. അയാൾ എന്താണോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അയാൾക്ക് എന്ത് വലുപ്പമുണ്ടോ, അയാൾക്ക് എന്ത് ചെറുപ്പമുണ്ടോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രമേ അതിനെ റെസ്പെക്ട് ചെയ്യാം. അതായിരിക്കും ഇൻട്രൻസിക് വാല്യൂ എന്നൊരു കാര്യമുണ്ട്. ഏതൊരു സത്തയ്ക്കും അതിൻ്റെ അകത്ത് ലീനമായിട്ടുള്ള ഒരു മൂല്യമുണ്ട്. ആ ലീനമൂല്യത്തെ മറ്റൊരാൾക്കും കണ്ടെത്താൻ കഴിയില്ല. അത് ഉണ്ടോ ഇല്ലയോ ഒരു വ്യക്തിക്ക്, ഒരു സംവിധാനത്തിന് ലീനമൂല്യം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങളുടെ മുഖത്തൊക്കെ ഒരാളെ തന്തയ്ക്ക് വിളിക്കുന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് തോന്നുക? നിങ്ങൾ ആരോ ആയിക്കോട്ടെ, അയാൾക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് അയാൾ കയറി നിങ്ങൾക്ക് തന്തയ്ക്ക് വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വിളി കേട്ട നിങ്ങൾക്ക് ആകെ വല്ലാതെ, നിങ്ങൾക്ക് ചിലപ്പോൾ അയാളെ ഇടിക്കാൻ തോന്നും, എല്ലാം തോന്നും, അയാളെ തെറി പറയാൻ തോന്നും. ഇതൊക്കെ തോന്നുമായിരിക്കും. കാരണം എന്താ? നിങ്ങൾക്കൊരു വിലയിട്ടുണ്ട്. ആ വിലയിട്ട അവസ്ഥയിലല്ല അയാൾ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പൊ അയാൾക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളെ അറിയാവുന്ന നിങ്ങൾക്കാണ്. നിങ്ങളുടെ അകത്തുള്ള ആന്തരിക മൂല്യം നിങ്ങൾക്കാണ് അറിയാൻ. അതുപോലെ ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങൾക്കും അങ്ങനെ ഒന്നുണ്ടാവും. പ്രത്യേകിച്ചും നമ്മളത് മനസ്സിലാക്കണം, നമ്മുടെ ഇണയ്ക്കതുണ്ട് എന്നുള്ളതാണ്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്താണ് എന്താ പറയാ, നമുക്ക് പരസ്പരം അറിയാൻ കഴിയുക, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ ഈ പരസ്പരം ആകർഷിക്കാൻ കഴിയുക. ഞാൻ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, ഇന്ന തരത്തിലാകുന്ന സമയത്ത് അത് അയാൾക്ക് ഇഷ്ടമാകുമെന്നുള്ളത് എനിക്ക് മനസ്സിലാകണം. അതാണ് ഞാൻ ധരിച്ചിരിക്കുന്നതെന്ന് അയാളെ മനസ്സിലാക്കി കൊടുക്കണം. തിരിച്ചും അങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങളെ അന്യോന്യം ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മളവിടെ നടത്തുന്നത് നന്നായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇതൊരു പൊതു സ്റ്റാൻഡ് ആയിരിക്കണം, ഒരു പൊതു നിലപാടായിരിക്കണം. അല്ലാതെ അയാൾക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ, നമ്മുടെ ഇണയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് മനസ്സിലാകാതെ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനം ചിലപ്പോൾ കുളമായി പോകും. അതിനല്ല, നമ്മളൊരു പൊതു സ്റ്റാൻഡിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് പ്രീമറൈറ്റൽ കൗൺസിലിങ്ങും അല്ലെങ്കിൽ പോസ്റ്റ് മറൈറ്റൽ കൗൺസിലിങ്ങിനും ഒക്കെ നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് ഇരുത്തി കാര്യങ്ങൾ ചെയ്യും. രണ്ടുപേരെയും ഒരുമിച്ച് ഇരുത്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് രണ്ടുപേർക്കും ഇതാണ് അതിന്റെ സ്റ്റാൻഡ് എന്നുള്ളത് മനസ്സിലാവുക. ആ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഈ മ്യൂച്വൽ അട്രാക്ഷൻ എന്നുള്ള ഒരു കാര്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് രണ്ടുപേരും അവെയർ ആയിരിക്കണം. രണ്ടുപേരും പരസ്പരം ആകർഷിക്കേണ്ടുന്ന, അതിന് വേണ്ടുന്ന കരുതൽ എടുക്കേണ്ടത്, അതിന് വേണ്ടുന്ന സമയം എടുക്കേണ്ടത് ഒരു കാര്യത്തെ കുറിച്ച് രണ്ടുപേരും ബോധവാന്മാരായിരിക്കണം. കഴിയുമെങ്കിൽ
നമ്മുടെ ഔദ്യോഗിക സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന മൊബൈൽ പോലുള്ള മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അപ്പോൾ മാത്രമേ മ്യൂച്വൽ അട്രാക്ഷന് വേണ്ടി, മ്യൂച്വൽ കെയറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. ലൈംഗികത എന്ന് പറയുന്നത് നിങ്ങളുടെ ബയോളജിക്കൽ നീഡിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ് ആകരുത്. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ കാര്യം പറയാൻ എനിക്ക് തോന്നി. ഞാൻ ഒരുപാട് നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കാലത്ത് ഒരുപാട് നാടകങ്ങൾ, ഒരു വർഷത്തിലെ 6 നാടകങ്ങളോളം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പരീക്ഷണങ്ങളാണ്, പലതും പരീക്ഷണങ്ങളാണ്. അപ്പൊ അവയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പൊ അരമണിക്കൂറിന്റെ ഒരു പ്രോഗ്രാമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരമണിക്കൂറിന്റെ കഥ തുടങ്ങുന്നതിന്റെ 10 വർഷം മുമ്പുള്ള കഥ മുതൽ ഞാൻ എന്റെ അഭിനേതാക്കളെ ബോധിപ്പിക്കും. അതിനുശേഷം 10 വർഷത്തിന് ശേഷമുള്ള കഥ വരെ ഞാൻ അവരെ ഇത്രയും ബോധിപ്പിച്ചതിന് ശേഷമാണ്, സാധാരണ കോണ്ടെക്സ്റ്റിലെ കാര്യമാണ് പറയുന്നത്, എല്ലാ അവസരങ്ങളിലും 10 വർഷം എന്നുള്ളതൊന്നും പാലിക്കാനൊന്നും കഴിയില്ല, എങ്കിലും ജനറൽ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഇത്രയാവുന്ന സമയത്ത് ഈ കഥ എവിടം മുതൽ എവിടം വരെ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കഥാപാത്രങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അഭിനേതാക്കൾക്ക് മനസ്സിലാവും. അവര് കഥാപാത്രത്തോട് ആ ഒരു അർത്ഥത്തിൽ നീതി പാലിക്കും. അങ്ങനെ നീതി പാലിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ആ വരയിൽ കൂടെ തന്നെ പോവുക തന്നെ ചെയ്യും. അതിനുശേഷം സ്ക്രിപ്റ്റും വേണ്ട, ഒന്നും വേണ്ട, കഥ കൃത്യമായിട്ട് പോകണം. എപ്പോഴും നമ്മൾ ഈ ഒരു ബയോളജിക്കൽ നീഡിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇണചേരേണ്ടത്. ഫാമിലി എന്നുള്ള സംവിധാനം, എന്റെ ഇണത്തം എന്ന് പറയുന്നത്, എന്റെ പൂർണ്ണത എന്ന് പറയുന്നത്, എന്റെ മ്യൂച്വൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഇണയുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ്. ആ ഇണയെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല ഇടങ്ങളിലുമുള്ളൊരു പ്രശ്നമാണ്, ഈ ഇണ ചേരുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ടുപേരും മൊബൈലിലേക്ക്, അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇണ ചേരുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഈ വിഷ്വൽ സാധനങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം. ആ സമയത്താണ് ശരിക്കും മ്യൂച്വലി റെസ്പെക്ട് ചെയ്യാൻ പറ്റും, മ്യൂച്വലി അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നേരിട്ട് കയറി സെക്ഷുവാലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഈ സംഭവം എന്താ പറയാ, മനസ്സിൽ മുഴുവൻ വേറെ ഫിഗേഴ്സ് ആയിരിക്കും, വേറെ ചിത്രങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ അതിപ്പോ ഒരാണിന്റെ തന്നെ മറ്റൊരു പെണ്ണായിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മറ്റെന്തൊക്കെയോ ചിത്രങ്ങളുള്ളിൽ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആ ലൈംഗികത എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രോസസ്സിലായിരിക്കില്ല. നമ്മളെപ്പോഴും ഒരു തുറന്ന പൂർണ്ണമായ ലൈംഗിക പങ്കാളിയായി തീരുക, കൃത്യമായിട്ട് അയാൾക്ക് അയാളുടെ ശാരീരിക ആവശ്യങ്ങൾ തുടങ്ങുന്നതിന് എത്രയോ അയാളെ പരിഗണിച്ച് അയാളുടെ ശരീരത്തെയും അയാളുടെ വസ്ത്രത്തെയും അയാളുടെ നോട്ടത്തെയും അയാളുടെ ഇഷ്ടങ്ങളെയും അയാളുടെ താല്പര്യങ്ങളെയും ഒക്കെ പരിഗണിച്ചും പരിചരിച്ചും നമ്മൾ അതിലൂടെ കടന്നുപോയി അവസാനം അതിന്റെ ഇടയിൽ നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് സെക്സിനെ കരുതി അതിനുശേഷം വീണ്ടും അതിനെയെല്ലാം പരിഗണിച്ച് നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സിന്റെ എന്താ പറയാ ഇനി അതിലൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥ എത്തുന്നത് വരെ പോയിട്ട് പരസ്പര റെസ്പെക്റ്റോടുകൂടി ഉറങ്ങുകയോ അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾക്ക് കയറി പോവുകയോ ചെയ്യുന്ന, അത് വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആ മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പ്രോസസ് അവിടെ സാധ്യമാണ്. അവിടെ കൃത്യമായിട്ടും പരസ്പരം ആ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് ഇഷ്ടക്കേടുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടക്കേടിനെ ചെയ്യാൻ, ആ ഇഷ്ടക്കേടിനെ നടപ്പിലാക്കാൻ ഈ വ്യക്തി നമ്മൾ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടങ്ങൾ നമ്മൾ പരിഗണിക്കണം. ആ ഇഷ്ടം നമുക്ക് ഇഷ്ടക്കുറവാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി അതിലൂടെ കടന്നു പോകേണ്ടി വരും, ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനെ ഉള്ളൊരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ ലൈംഗികത എന്നുള്ള പ്രക്രിയ അല്ലെങ്കിൽ ദാമ്പത്യം എന്നുള്ള പ്രക്രിയ ലൈംഗികതയിലുള്ള ക്രമമായി പോകും. ഇനിയാണ് ഇതിനും അപ്പുറത്തേക്ക് സ്പിരിച്വൽ ലവ് ആൻഡ് സെക്സ് എന്നുള്ള ഒരവസ്ഥ. എന്താണ് സ്പിരിച്വൽ എന്നുള്ള പദത്തിന്റെ പ്രാഥമിക അർത്ഥം? സ്പിരിച്വൽ എന്നുള്ള പദത്തിന്റെ പ്രാഥമിക അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് വെറുതെ ഒരു പ്രക്രിയ ചെയ്യുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് അതിനൊരു മൂല്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ലൈംഗികത എന്നുള്ള പ്രക്രിയ ഒരു ബയോളജിക്കൽ നീഡിനും അപ്പുറത്തേക്ക് അത് ഒരു ഇഴചേരലിന്റെ ആൽഗരിതം നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ, അനുഭൂതിയുടെ ഒരു ആൽഗരിതം നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ, അതിന് പരസ്പരം നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ സെക്സ് ആണ്, സ്പിരിച്വൽ ലവ് ആണ്, സ്പിരിച്വൽ സെക്സ് ആണ്. ബയോളജിക്കൽ നീഡിനും അപ്പുറത്തേക്കുള്ള മ്യൂച്വൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. അങ്ങനെ സ്പിരിച്വൽ ആവുക എന്നുള്ള ഒരു അവസ്ഥ ലൈംഗികതയുടെ കാര്യത്തിലും പ്രണയത്തിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കും. നമുക്കറിയാം നമ്മുടെ ഇണ എന്താണെന്ന് നമ്മൾ വിവാഹം കഴിച്ച കാലം മുതൽ ഇത്രയും നാളുകൾ കണ്ടു, അതുകൊണ്ട് നമുക്ക് മനസ്സിലായി അയാൾ എങ്ങനെയൊക്കെയാണ്. അത് അയാളെ ഇകഴ്ത്താനുള്ള ഒരു കാര്യത്തിന് പകരം, ആണെന്ന് കരുതുന്നതിന് പകരം അയാളുടെ അകത്തുള്ള ഓരോ വശത്തെയും നമ്മൾ മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അതിന് ചെറിയൊരു കീ ഉണ്ട്.
ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ ആരാണെന്ന് ഒരാളോട് ചോദിച്ചാൽ മനസാക്ഷിയുള്ളവരൊക്കെ പറയാ ഞാനാണ്. സന്തോഷ് ഉളിമ്പസ് ആണെന്നല്ല, അവനവനാണെന്ന് പറയും ഏറ്റവും വൃത്തികെട്ടവൻ. അങ്ങനെയാണല്ലോ ദുര്യോധനോടും മറ്റേ ധർമ്മപുത്രരോടും ധൃതരാഷ്ട്രർ ചോദ്യം ചോദിക്കുന്നത്. ധർമ്മപുത്രരോട് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട ആളാരാണെന്ന് കണ്ടുപിടിച്ചാൽ പറയുന്നത് ദുര്യോധനോട് ഏറ്റവും നല്ല ആളെ കണ്ടുപിടിച്ചിട്ട് ഒരാളുണ്ട്. അപ്പോ ഹസ്തിനപുരിയിൽ മുഴുവൻ തൊപ്പിയിട്ടും ദുര്യോധനന് തന്നെക്കാളും നല്ലൊരാളെ കാണാൻ പറ്റില്ല. കാരണം താനാണ് നല്ലതെന്നാണ് ധാരണ, മറ്റുള്ളവരൊക്കെ കേടാണെന്നുള്ളത്. അത് ആ ദൃഷ്ടിയുടെ പ്രശ്നമാണ്. മറ്റേ ആൾ നോക്കിയിട്ടോ, മറ്റുള്ളവരൊക്കെ എന്നെക്കാളും നല്ല ആളുകളാണ്, ഞാനാണ് ഇതിൽ ഏറ്റവും മോശം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം നമ്മളാണ് ലോകത്തിലെ ഏറ്റവും ചളമായിട്ടുള്ളത്. കാരണം നമ്മൾ കാണിക്കുന്ന സർവ്വ കുരുത്തക്കേടും, നമ്മളെ മനസ്സിലൂടെ പോയ സർവ്വ ന്യൂനതകളും ഊനചിന്തകളും നമുക്ക് മാത്രമാണ് അറിയാം. വെളിയിലൊരാൾക്കും അത് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ കുറച്ചറിയുന്നത് നമ്മുടെ ഇണയ്ക്കായിരിക്കും. അപ്പോ ഏറ്റവും നന്നായിട്ട് നമുക്കറിയാം നമ്മളാണ് ഈ വൃത്തികെട്ടത്. അത്രത്തോളം നമുക്ക് നമ്മുടെ ഇണയെ കുറിച്ച് അറിയില്ല. എന്നിട്ട് നമ്മൾ അയാളെ ഇകഴ്ത്തി കാണുന്നുണ്ട്. ആ ഇകഴ്ത്തി കാണൽ എന്ന് പറയുന്നത് അതിന് പകരം എന്നേക്കാൾ മെച്ചമാണ് അയാൾ എന്നുള്ള തിരിച്ചറിവിലേക്കുള്ള ഒരു കീ ആയിട്ട് അതിനെ എടുക്കുക. അങ്ങനെ അത് റെസ്പെക്ട് ചെയ്യുക, അതിനകത്ത് വാല്യൂസിനെ കണ്ടെത്തുക, ആ വാല്യൂവിനെ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കുക. എന്റെ ഇണയുടെ വാല്യൂസിനെ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കുക. ആ വാല്യൂവിനെ നിലനിർത്താനായിട്ട് നമ്മൾ ആ പരിശ്രമമുണ്ടല്ലോ, അതാണ് നമ്മൾ രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ള ആ മ്യൂച്വാലിറ്റി ഒരു ഗ്രോത്ത് ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് മ്യൂച്വൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കണം. അത് കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, കുടുംബത്തെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആണെങ്കിൽ ശരി, ഒരു വീടുണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, നാം ഒരു പൊതു ലോകത്തെ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി. അത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കപ്പിളിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ ഫിസിക്കൽ ക്രിയേഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യം. ബയോളജിക്കൽ റീപ്രൊഡക്ടിവിറ്റി എന്നുള്ളതിനും അപ്പുറത്തേക്ക് സോഷ്യൽ റീപ്രൊഡക്ടിവിറ്റി എന്നൊരു അവസ്ഥയുണ്ട്. സാമൂഹ്യമായി ഈ ഫാമിലിക്ക് എന്തോ ചെയ്യാറുണ്ട്, അതായത് അപ്പർ സിസ്റ്റത്തിന്റെ ഏതൊരു ധർമ്മം ചെയ്യാനാണ് ഈ ഫാമിലി ഉണ്ടായിട്ടുള്ളത്. അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എന്താ പറയാ എന്നുള്ളത് സോഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് ഒരു ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന, എലിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫാമിലിക്ക് മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ട്, പീസ്ഫുൾ ആയിട്ട് അതിന്റെ ധർമ്മം നിർവഹിച്ച് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനിടയിൽ എന്ത് കോൺഫ്ലിക്റ്റ് വന്നാലും ശരി, അതങ്ങനെ സാധ്യമാകുന്നപ്പോഴാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുടുംബം ഞാനും പുന്നിയും ആകുന്ന കുടുംബം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു സോഷ്യൽ റീപ്രൊഡക്ടിവിറ്റി എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ വന്നിട്ട് പോലും, വരാറുണ്ട് എന്നുള്ള അവസ്ഥയിൽ പോലും നമുക്കതിനെ അപ്പുറത്തേക്ക് കടക്കാൻ, അപ്പുറത്തേക്ക് റെസ്പെക്ട് ചെയ്ത് പോകാൻ, അപ്പുറത്തേക്ക് നടന്നു പോകാൻ നമുക്ക് കഴിയുന്നു. അപ്പോ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു, മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടൊരു ബയോളജിക്കൽ റീപ്രൊഡക്ടിവിറ്റിക്കും അപ്പുറത്തുള്ള സോഷ്യൽ റീപ്രൊഡക്ടിവിറ്റി നമുക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം സംഭവിക്കുന്നത്. മാത്രമല്ല, ലൈംഗികത എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിയുടെ ശക്തിയാണ്. സൃഷ്ടിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഭാവനയാണെന്ന് പറയുന്ന പോലെ സൃഷ്ടിയുടെ ശക്തിയാണ് സെക്ഷുവാലിറ്റി. ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സൃഷ്ടിക്ക് വേണ്ടി മാത്രം, എന്ന് വെച്ചാൽ ബയോളജിക്കൽ റീപ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് പകരം അതിലേക്ക് ഉണർന്ന്, രണ്ടുപേരും ചേർന്ന് അതിലേക്ക് ഉണർന്ന് ആ ഊർജത്തെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് ലൈംഗികമായ ലിംഗയോനി ബന്ധത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് പകരം അതിലേക്ക് അത് ചെലുത്താതെ അതിനെ നമ്മുടെ ഭാവനകളിലേക്ക്, മറ്റ് ഭാവനകളിലേക്ക്, സാമൂഹ്യമായ ഉൽപാദനപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പകർത്താൻ കഴിഞ്ഞാൽ അതുണ്ടാക്കുക വിപ്ലവങ്ങളായിരിക്കും. നമ്മുടെ ചുറ്റും നമ്മുടെ ധർമ്മത്തെ വളരെ വിപുലമായ രീതിയിൽ നമുക്കതിനെ സാധൂകരിക്കാൻ, സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയും. ഈ ഒരു ആൽഗരിതം മനസ്സിലാക്കിയ ദമ്പതികൾ സമൂഹത്തിൽ വിജയിക്കുന്നത് അവരവരുടെ ജീവിതത്തിൽ മുമ്പേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഈസ് എന്നുള്ള അവസ്ഥ. ഓക്കെ, അപ്പോഴാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ഫാമിലി ഡൊമൈൻ ആയിട്ട് മാറും. ഫാമിലി ഡൊമൈൻ എന്നുള്ളൊരു പൊതുവായിട്ടുള്ള പ്രയോഗമാണ്, പ്രയോഗമാണ്. ഇവിടെ ഫാമിലി ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ഫാമിലിയാണ് ഫാമിലി ഡൊമൈൻ എന്ന്. അപ്പൊ സാധാരണ ഒരു ബയോളജിക്കൽ ഫാമിലി എന്നുള്ളതിന് പകരം ഒരു സോഷ്യൽ ഫാമിലി ഡൊമൈൻ ആയിട്ട് മാറുക എന്നുള്ളതാണ് ജീവിതത്തെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ, ഫാമിലി ലൈഫിനെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനുള്ള വഴി എന്ന് പറയുന്നത്.
അപ്പൊ അതിനു വേണ്ടുന്ന അറിവ് ഒളിമ്പസ് നിങ്ങൾക്ക് പകരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള ഹാപ്പി ലൈഫ് നൽകുവാൻ ഒളിമ്പസിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞു പോയത് പ്രണയവും ലൈംഗികതയും എന്താണെന്നാണ്. ഇമാജിനേഷൻ എന്ന് പറയുന്നതാണ് സൃഷ്ടി എന്ന് പറഞ്ഞു. ക്വസ്റ്റ് എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു. ഫ്രീക്വൻസി പാരഡൈം എന്താണെന്ന് പറഞ്ഞു. സൈക്കോളജിക്കൽ ഹങ്കർ എന്താണെന്ന് പറഞ്ഞു. റൊമാൻസ് എന്താണെന്ന് പറഞ്ഞു. സെക്സ് എന്താണെന്ന് പറഞ്ഞു. മ്യൂച്വൽ ലവ് എന്താണെന്ന്, മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. സ്പിരിച്വൽ ലവ് ആൻഡ് സെക്സ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി. ഈ പരിചയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാരേജ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഫുൾ പർപ്പസ് ഓൺലി ത്രൂ സെക്ഷുവൽ ട്രാൻസ്ഫോർമേഷൻ ഓർ ട്രാൻസ്മ്യൂട്ടേഷൻ ഇൻടു എ കോമൺ ഗോൾ ത്രൂ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, കൺസിഡറേഷൻ, ഇന്റിമസി ആൻഡ് സ്പിരിച്വൽ യൂണിയൻ. ഓക്കെ, മാരേജ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഫുൾ പർപ്പസ്. അതിന്റെ പൂർണ്ണ അവസ്ഥ പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ലൈംഗികത എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്യണം. എന്ന് വെച്ചാൽ ഇണചേരുന്ന കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്ന പ്രക്രിയ എന്നുള്ളതിനും അപ്പുറത്തേക്ക് കടന്നു ചെന്നിട്ട് അത് സെക്ഷുവൽ എനർജി എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്യണം, ട്രാൻസ്മ്യൂട്ട് ചെയ്യണം ഇൻടു എ കോമൺ ഗോൾ. നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെടിവെക്കണമെങ്കിൽ രണ്ടുപേരും കൂടെ അപ്പുറത്തേക്ക് നോക്കി ഉതിർത്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ്സ് നേടാൻ കഴിയും. അപ്പോൾ സെക്ഷുവൽ ട്രാൻസ്ഫോർമേഷൻ ഇൻടു എ കോമൺ ഗോൾ ത്രൂ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതിനുവേണ്ടിയുള്ള വഴികളാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരമുള്ള പരിഗണന, പരസ്പരമുള്ള ഇന്റിമസി ആൻഡ് സ്പിരിച്വൽ യൂണിയൻ, നോട്ട് ഫിസിക്കൽ യൂണിയൻ. ഫിസിക്കൽ യൂണിയൻ എന്നുള്ള സാധനം അവിടെ വേണ്ടി വരും. ഈ നമ്മുടെ സൈക്കോളജിക്കൽ ഹങ്കറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അവിടെ അത് വേണ്ടി വരും. പക്ഷെ അതിനേക്കാളും കൂടുതൽ വേണ്ടത് സ്പിരിച്വൽ യൂണിയനാണ്. ആ സ്പിരിച്വൽ യൂണിയനെ നിങ്ങൾ എപ്പോഴും ഉയർത്തിക്കൊണ്ട് നടക്കുക. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ സോഷ്യൽ പ്രൊഡക്ടിവിറ്റിയുള്ള ഒരു ഫാമിലി ഡൊമൈൻ ആയിട്ട് മാറാൻ കഴിയുള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് ഈസ് ഉണ്ടാവുകയുള്ളൂ, സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുകയുള്ളൂ, വിസ്ഡം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് ഈ വിഷയത്തിൽ നിന്ന് പരിചയപ്പെടുത്താനുള്ളത്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രാഥമിക കാര്യങ്ങൾ ബോധ്യമാകുമെന്ന് വിചാരിക്കുന്നു. ഇതിലെ ഓരോ പദവും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള ബ്രാഞ്ചസിനെ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള വഴികൾ ഇട്ടുകൊണ്ടാണ്. അവയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് തുടർന്ന് അന്വേഷിക്കാം. ഈ കോഴ്സിന്റെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അന്വേഷണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ബോധ്യങ്ങളിലേക്ക് ചെന്നെത്താൻ പറ്റും. ബോധ്യപ്പെടലുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.